بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചു. നമ്മൾ വിജയിയാണോ പരാജയമാണോ, നമ്മുടെ റിസ്ഖ്, ഇതൊക്കെ എപ്പോഴാണ് അള്ളാഹു നിർണ്ണയിക്കുന്നത്? നമ്മൾ ഭൂമി ലോകത്ത് പിറന്നു വീണ് അള്ളാഹുവിൻ്റെ അടിമയായി, അള്ളാഹുവിൻ്റെ സൃഷ്ടിയായി ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നു. നമ്മൾ കഷ്ടപ്പെടുന്നു, നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ ചില കാര്യങ്ങൾ നേടുന്നു, ചില കാര്യങ്ങൾ നമ്മൾ പരാജയപ്പെടുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നൊരു ഹദീസ് എത്ര മനോഹരവും എത്ര സുന്ദരവുമാണ്. അള്ളാഹുലേക്കെല്ലാം ഭരമേൽപ്പിച്ച് ജീവിച്ച് അള്ളാഹുവിന് വേണ്ടി എല്ലാം മാറ്റിവെച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് വിജയം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കെല്ലാം വഴിപ്പെട്ട് അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുന്നവനാണ് ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു ഒരു രക്ഷ കൊടുക്കൂ എന്ന് മനസ്സിലാക്കി തരുന്ന പുണ്യമായ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ്റെ ആയത്ത്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തരുന്ന ഹദീസ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നമ്മൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ സാഹചര്യത്തെ കുറ്റപ്പെടുത്തുന്നു. നമ്മളെ കൂടെയുള്ളവർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമുക്കിങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. കച്ചവടത്തിൽ ചെറിയൊരു ലാഭക്കുറവ് വരുമ്പോൾ നമ്മൾ അമിതമായി സങ്കടപ്പെടുന്നു. അങ്ങനെ വേണ്ട എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ വേണ്ട എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. നബിതങ്ങൾ വിശാലമായിട്ട് ആയത്ത് നമ്മളെ ഓതി പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു പറയുന്നു, കുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, അങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്ക് നബിയെ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു എന്തെന്നാണോ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതല്ലാതെ നമുക്ക് ബാധിക്കുകയില്ല. അത് രോഗമാണെങ്കിലും, അത് പ്രയാസമാണെങ്കിലും, അത് മരണമാണെങ്കിലും, ജീവിതമാണെങ്കിലും, എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം അള്ളാഹു നമുക്ക് തന്നതാണ്. അള്ളാഹു തരാത്തതായിട്ടൊന്നും നമുക്കില്ല. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന, അവനാണ് നമ്മുടെ മൗല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുക, അള്ളാഹുവിനെ ഏൽപ്പിക്കുക, അള്ളാഹുവിൻ്റെ കാര്യങ്ങളെല്ലാം സമർപ്പിക്കുക. ഈ വിഷയം നമ്മൾ ഗൗരവത്തോടെ കാണണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ. നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നമ്മൾ 40 ദിവസമാകുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. മുത്തുനബി തങ്ങൾ ഹദീസിൽ വ്യക്തമായിട്ട് നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണത്? സുമ്മ യകൂനു അലഖത്തൻ, അവൻ രക്തക്കട്ടയാകുന്നു. സുമ്മ യകൂനു മുളുഗത്തൻ, പിന്നെ അവൻ മാംസക്കട്ടയാകുന്നു. മിസ്ല ദാലിക സുമ്മ യുബ്അസു അല്ലാഹു മലക്കൻ, അള്ളാഹു ഒരു മലക്കിനെ അവരിലേക്ക് അയക്കുന്നു. ഫയുമറു ബി 4 കലിമാത്തിൻ, 4 കലിമത്തുകൾ കൊണ്ട് അവരോട് കൽപ്പിക്കപ്പെടുന്നു. എന്താണ്? യുഖാലു ലഹു ഉക്തുബ് അമലഹു, അവൻ്റെ അമൽ രേഖപ്പെടുത്താൻ, അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാകുമെന്ന് എഴുതി വെക്കാൻ, രേഖപ്പെടുത്തി വെക്കാൻ. വരിസ്ഖഹു, അവൻ്റെ റിസ്ഖ്, നമുക്ക് റിസ്ഖ് കുറഞ്ഞു പോയി എന്നാണ് പരാതി വേണ്ട, നമുക്കൊരു വിഷമവും വേണ്ട. അള്ളാഹു നിർണയിച്ചു വെച്ചിരിക്കുന്നതാണത്. എനിക്കൊരല്പം സാമ്പത്തിക കുറവുണ്ടോ, എനിക്ക് പ്രയാസമുണ്ടോ, മറ്റോ എനിക്കത് കിട്ടി, എനിക്കത് കിട്ടിയില്ല, എൻ്റെ റബ്ബ് എനിക്ക് ഖദറാക്കിയത് അത്രേ ഉള്ളൂ, എൻ്റെ റബ്ബ് എനിക്ക് ഖദറാക്കിയത് അത്രേ ഉള്ളൂ എന്ന് തൃപ്തിപ്പെടാനും പൊരുത്തപ്പെടാനും, അതാണല്ലോ മഹാന്മാർ പറയല്, അൽ ഖനാഅത്തു മിഫ്താഹുർ റാഹ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ സന്തോഷത്തിൻ്റെ താക്കോലാണ്. നമ്മളെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളും വ്യതകളും പ്രയാസങ്ങളും ഒന്നുമില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. എന്തിനാ? അത് നേരത്തെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതല്ലേ. വഅജലഹു, അവൻ എപ്പോൾ മരിക്കും, അവൻ്റെ അവധി അള്ളാഹു ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ, അവൻ്റെ റൂഹ് ഊതുന്നതിന് മുമ്പേ അള്ളാഹു രേഖപ്പെടുന്നു. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ശരീരത്തിലെ റൂഹ് ഊതുന്നതിന് മുമ്പ് നോക്കിയേ ഹദീസ്, വശഖയ്യുൻ ഔ സഈദ്, അവൻ വിജയാണോ പരാജയാണോ എന്ന് വരെ അള്ളാഹു രേഖപ്പെടുത്തി വയ്ക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് റോൾ ഇല്ല എന്നല്ലേ മനസ്സിലാകുന്നത്. പക്ഷെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട് വിജയിക്കാൻ. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, അല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദുആ അതല്ലേ? മുത്തുനബി തങ്ങൾ പറഞ്ഞ ദുആ കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ എഴുതി വെച്ചിരിക്കുന്ന രേഖകളും നമ്മുടെ ദുആ കൊണ്ടല്ലാതെ മാറില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, ആഖിബത്ത് നന്നാവാൻ. അതാണ് മഹാന്മാരെപ്പോഴും പറയല്, ആഖിബത്ത് നന്നാക്കി തരണേ അള്ളാഹ്. നമ്മുടെ അന്ത്യം നന്നാവണം. കാരണം വിജയിയാണോ പരാജയമാണോ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് നമ്മളുടെ
രേഖകൾ എന്താണെങ്കിലും നമ്മൾ ആഖിബത്ത് വിജയിച്ച് കിട്ടാൻ വേണ്ടി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹു അത് മാറ്റിത്തരും. പരാജയത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ വിജയത്തിലാക്കി തരുമാറാവട്ടെ. വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എണ്ണട്ടെ. ഈ 4 കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി വയ്ക്കും. എപ്പോഴാണിത്? സുമ്മ യുൻഫഖു ഫീഹി റൂഹ്, പിന്നെയാണ് അവൻ്റെ ശരീരത്തിലേക്ക് റൂഹ് ഒഴുകുന്നത്. രക്തക്കട്ട മാംസക്കട്ടയായി, മാംസക്കട്ട അവൻ്റെ മനുഷ്യരൂപം പ്രാപിച്ചു. പിന്നെ ആ റൂഹ് ഒഴുകുന്നതിന് തൊട്ടു മുമ്പ് അവൻ്റെ അമല് എന്താണ്, അവൻ്റെ അമൽ എങ്ങനെയൊക്കെയാണ്, അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, മാത്രമല്ല അവൻ്റെ റിസ്ഖ്, അവൻ്റെ ഭക്ഷണം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ വീട് എല്ലാം അള്ളാഹു രേഖപ്പെടുത്തും. മാത്രമല്ലല്ലോ അജൽ, അവൻ്റെ അവധി, അവനെപ്പോൾ മരിക്കുമെന്നുള്ളത് അള്ളാഹു രേഖപ്പെടുത്തും. ഷഖിയുൻ ഔ സഈദ്, അവൻ പരാജയമാണോ വിജയിയാണോ പരാജയമാണോ എന്ന് അള്ളാഹു നിർണ്ണയിക്കുന്നത് അവൻ്റെ റൂഹ് ഒഴുകുന്നതിന് മുമ്പാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ റൂഹ് ഒഴുകുന്നതിന് മുമ്പ് നടക്കുന്ന 4 കാര്യങ്ങളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഈമാനികമായ ഒന്ന് ഉറപ്പാകാൻ, ശക്തിപ്പെടാൻ, അള്ളാഹുവിലേക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹദീസ് നിങ്ങളോട് പറഞ്ഞത്. ലാ യുറദ്ദുൽ ഖലാഉ ഇല്ല ദുആ, നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ലാ യുറദ്ദുൽ ഖലാ, അള്ളാഹുവിൻ്റെ ഖലാ തള്ളപ്പെടുകയില്ല, അതങ്ങനെ തന്നെ സംഭവിക്കും. ഇല്ല ദുആ, ദുആ കൊണ്ടല്ലാതെ. ശുദ്ധമായ റമളാൻ മാസത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും, എല്ലാ വെള്ളിയാഴ്ച രാവും, റമളാൻ അല്ലാത്തപ്പോഴൊക്കെയുള്ള വെള്ളിയാഴ്ച രാവുകൾ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന നേരങ്ങളിൽ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. കാരണം നമ്മളെ കിബറും അഹങ്കാരവും നമ്മുടെ അഹംഭാവവും ഒക്കെ മാറ്റി തികഞ്ഞ ഒരു അടിമയായിട്ട് മാറി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് ജീവിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകൾ നമ്മളെ സഹായിക്കാൻ വന്നാലും, അള്ളാഹുവിൻ്റെ റസൂലല്ലേ പറയുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകൾ നമ്മളെ സഹായിക്കാനും നമ്മളെ രക്ഷപ്പെടുത്താനും വന്നാലും അള്ളാഹു വിചാരിക്കാതെ അത് നടക്കൂല. അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നമ്മളെ നശിപ്പിക്കാൻ വന്നു, ഇല്ലാതാക്കാൻ വന്നു, നമുക്കൊരു ചുക്കും സംഭവിക്കൂല അള്ളാഹുവിൻ്റെ തീരുമാനമല്ലാതെ. അള്ളാഹു നശിപ്പിച്ചാൽ മാത്രമാണ് നശിക്കുകയുള്ളൂ. നമ്മൾ അള്ളാഹുവിന് പറഞ്ഞല്ലോ, നിന്റെ വാക്യകത്ത് കൊണ്ടുവയ്ക്കുന്ന ഒരു അരിമണി അത് ഉള്ളിൽ പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടാകണം. അതുപോലും തട്ടിമാറ്റാൻ അള്ളാഹുവിന് കഴിയും. അതല്ലേ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടുവന്ന കാരണവർ വാക്യകത്ത് ഭക്ഷണം വെക്കുന്നതിന് മുമ്പേ പിടഞ്ഞു വീണ് മരിക്കുന്നു. എത്രയെത്ര സംഭവങ്ങൾ. വീട്ടിലോട്ട് പുതിയ ഭവനം വെച്ചു, വീട് വെച്ചു, വീട്ടിൻ്റെ അകത്ത് കയറി താമസിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു ആളുകൾ. പക്ഷേ വലത് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ മരണമടയുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ആയത്ത് മനസ്സിൽ ഉറപ്പിക്കണം. ഖുൽ ല യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅല അല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.